കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ടെ. ഇപ്പം നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഒരു വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റ ഇൻട്രാ V10, അതായത് നമ്മുടെ ചെറിയ ലോഡ് വണ്ടിയാണേ. അപ്പോൾ അതിൻ്റെ ECUവിൽ വന്നിട്ട് AC ഓൺ ആകുന്നില്ല, റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുന്നില്ല എന്നൊരു പ്രശ്നമായിരുന്നു. അപ്പോൾ അതിനെ അവർ ഡയഗ്നോസ് ചെയ്ത് വന്നപ്പോഴത്തേക്കിന് അതിൻ്റെ ടെമ്പറേച്ചർ സെൻസർ എത്ര ഡിഗ്രി ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഹീറ്റ് എത്ര ആണെന്ന് ECUവിന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരു വയറിംഗ് എല്ലാം ചെക്ക് ചെയ്തൊക്കെ വയറിങ്ങിലൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ECU നമുക്ക് റിപ്പയറിന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ECU ഇപ്പം റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഹാർഡ്വെയർ വരുന്നത്, ഡെൽഫി 7.1 ഇതാണ്. ECU ഒരുപാട് വണ്ടികൾക്ക് കോമൺ ആയിട്ട് വരുന്നതാണ്. ടാറ്റ, മഹീന്ദ്ര, അതേപോലെ തന്നെ ഹുണ്ടായി, കിയ, ഇതിനെല്ലാം വരുന്നതാണ്. അപ്പോൾ നമ്മളിതിനെ വർക്ക് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മളിതിനെ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ റിപ്പയറിങ് പ്രോസസ്സ് അല്ല ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇത് നമ്മൾ പുതിയതായിട്ടൊക്കെ വരുന്ന ചെറിയ ടെക്നീഷ്യന്മാർക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നാൽ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു സിഗ്നൽ ജനറേറ്റർ വെച്ചിട്ട് നമ്മളിപ്പം ഈ കൂളൻ്റ് ടെമ്പറേച്ചറിൻ്റെ സിഗ്നൽ, ആ സെൻസറിൻ്റെ സിഗ്നൽ വന്നിട്ട് നമ്മൾ ECUവിന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് 29 ഡിഗ്രിയിൽ സ്കാനറിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിഗ്നലെ നമ്മൾ ഡിസ്കണക്ട് ചെയ്താൽ, അതായത് ഇപ്പോൾ ഒരു വയർ കട്ട് എന്നുള്ള ലെവലിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വയറിങ്ങിൽ നമുക്ക് വന്നിട്ട് -40 പോകും. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ സെൻസർ നമുക്ക് ഈ ECU ആയിട്ട് കണക്റ്റഡ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കൊടുക്കുകയാണേ, കൊടുത്തിട്ട് നമ്മളിപ്പം സിഗ്നൽ ചെറുതായിട്ട് നമ്മൾ കൂട്ടിക്കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ കാണാൻ പറ്റും ഗ്രാജുവലി നമ്മുടെ ആ കൂളൻ ടെമ്പറേച്ചർ നമുക്ക് കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ കൂളൻ ടെമ്പറേച്ചർ എത്ര ഡിഗ്രിയാണ്, അതായത് എഞ്ചിൻ്റെ ഹീറ്റ് എത്രയാണെന്ന് അറിയാത്തത് ഒരു കണ്ടീഷനിലായിരുന്നത് കൊണ്ടാണ് നമ്മുടെ വണ്ടിയിൽ AC വന്നിട്ട് ഓൺ ആകാതിരുന്നത്. അപ്പം നമ്മുടെ AC നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും AC വർക്ക് ചെയ്യുന്നില്ല, ECM പ്രശ്നമാണെന്നുള്ളത്. ECM പ്രശ്നം വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇത് ECMൻ്റെ പ്രശ്നമാണ്. പക്ഷേ ACക്ക് വേണ്ടുന്ന ഇൻപുട്ട് സിഗ്നലുകൾ, ഇതേപോലുള്ള ഇൻപുട്ട് സിഗ്നലുകൾ ACക്ക് കിട്ടിയാൽ മാത്രമേ AC വന്നിട്ട് റിലേക്കുള്ള സപ്ലൈ കൊടുക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഒരു വെർബലി നമുക്ക് വന്നിട്ട് എല്ലാ കംപ്ലൈൻറ്റും ECU കംപ്ലൈൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്ന് നമുക്ക് വന്ന വണ്ടി വന്നിട്ട് ECU കംപ്ലൈൻ്റ് ആയിരുന്നേ. ഇതേപോലെ ഈ സിമുലേറ്റർ നമുക്ക് സെയിലിനുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ചെറിയ ടെക്നീഷ്യന്മാരുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ കൂളൻ ടെമ്പറേച്ചറിൻ്റെ വയർ നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ സെൻസർ ഇട്ടിട്ട് മാനുവലായിട്ട് നിങ്ങൾ അതിനെ ഹീറ്റ് ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് ഇതേ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.